പല മൂവ്മെന്റുകളുടെയും ഭാഗമായി നിന്ന ആളുകൾ ഒക്കെ തിരിഞ്ഞ് ഞങ്ങളിലേക്ക് വന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണെന്നുള്ളത് കൂടെ പരിശോധിക്കണം. മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും പല നേതാക്കളെയും തിരികെ BJP-യിലേക്ക് കൊണ്ടുവരുന്നത് ഈ പറയുന്ന CBI-യെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളെ ഒക്കെ ഉപയോഗിച്ച് അവരുടെയൊക്കെ ജീവിതം നശിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് തള്ളിവിടാൻ പാകത്തിൽ എത്തിച്ച് ഭീഷണിപ്പെടുത്തി പറയട്ടെ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ചർച്ചയുടെ ഉടനീളം ഓരോ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴും ഇതിനെ കൊണ്ടുപോയി കെട്ടുന്നത് ഡിപ്പാർട്ട്മെന്റ് പാകിസ്ഥാൻ, ശ്രീലങ്ക, ഡിപ്പാർട്ട്മെന്റ് പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇതിനപ്പുറത്തേക്ക് ഈ ലോകത്ത് രാജ്യങ്ങളുണ്ടെന്നും അവിടെയൊക്കെ ഇതിനേക്കാൾ മികച്ച സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ടെന്നും മനസ്സിലാക്കാതെ എല്ലാത്തിനകത്തും രാജ്യദ്രോഹം അല്ലെങ്കിൽ ദേശീയത കൊണ്ടുവന്ന് ബാക്കിയുള്ളവരെല്ലാം ദേശവിരുദ്ധര്, BJP-ക്കാരും RSS-കാരും മാത്രം രാജ്യസ്നേഹികൾ, ഈ നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യത്തിന് മറുപടി പറയട്ടെ. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുവോ? മറുപടി ഉണ്ടോ? കോൺഗ്രസ് CJP ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? ഔദ്യോഗികമായി അംഗീകരിക്കേണ്ട അവരുടെ ചോദ്യങ്ങളെ യുവജന സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളല്ലേ SKN. കോൺഗ്രസ് CJP അംഗീകരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വേണമെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം എടുത്ത് രാജിവെക്കാൻ അതൊരു പൊളിറ്റിക്കൽ. ഞാൻ SKN ആ ചോദ്യം ഉത്തരനോട് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ സമയത്ത് കട്ട് ചെയ്താ. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ചോദ്യ പേപ്പർ ചോർത്തപ്പെട്ടു, അതിന്റെ നിലവിലുള്ള സംവിധാനത്തെ അന്വേഷണവും അതിന്റെ നടപടികളും മുന്നോട്ട് അന്വേഷണം യുവമോർച്ചക്കാരെ പിടിച്ചു. ആരാണ് സർ? നിങ്ങൾ മാധ്യമങ്ങളിലെ ചർച്ച കേൾക്കാത്ത എന്റെ ഉത്തരവാദിത്തമല്ല ഇത്. അന്വേഷണവും അതിന് നടപടികൾ എത്രയുണ്ടായി?